Hello friends, welcome to my YouTube channel Haru and Tanu. കുക്കറിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന അൽഫാം ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് 3 സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം നമുക്ക് മാരിനേഷൻ പ്രിപ്പയർ ചെയ്യണം. ഒരു മിക്സിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു മീഡിയം സൈസ്ഡ് ഇഞ്ചി, 15 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് 2 ടേബിൾ സ്പൂൺ, എരിവിനായിട്ട് ഒരു പച്ചമുളക്, ഞാനിവിടെ 1 ചേർക്കുന്നുള്ളൂ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 or 3 ചേർക്കാവുന്നതാണ്. ഗരം മസാല പൗഡർ 1.5 ടേബിൾ സ്പൂൺ. ഗരം മസാല പൗഡറിന് പകരമായിട്ട് മീറ്റ് മസാലയും ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടി അഥവാ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ എന്നിവ ചേർത്തിട്ട് നമുക്കൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ 1/2 kg ചിക്കൻ 2 വലിയ പീസായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞു കൊടുത്തിരിക്കുന്ന ചിക്കനിലേക്ക് നാരങ്ങാനീര് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന മസാല തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് കൈ ഉപയോഗിച്ച് മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ നമുക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാവുന്നതാണ്. അതിനുള്ള സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1/2 hour എങ്കിലും വയ്ക്കണം. നാരങ്ങാനീരും തൈരും ഒക്കെ ചിക്കൻ സോഫ്റ്റ് ആകാനായിട്ട് സഹായിക്കും. ഞാനിവിടെ പകുതി നാരങ്ങയുടെ നീര് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇന്നലെ രാത്രി മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇന്ന് രാവിലെ നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. കുക്കറിൽ ഫിറ്റ് ആകുന്ന ഒരു പാത്രത്തിലേക്ക് മാരിനേറ്റഡ് ചിക്കൻ നമുക്ക് മാറ്റാം. എന്നിട്ട് ആ പാത്രത്തോടു കൂടി തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. നമ്മളിവിടെ വിസിലിടാതെയാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വേണം, അല്ലെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ ചിക്കൻ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് കുറച്ച് ഹൈറ്റ് വേണം, അല്ലെങ്കിൽ ഈ വെള്ളം നമ്മൾ കുക്കറിൽ എടുക്കുന്ന വെള്ളം ചിക്കനിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വേറെ വെള്ളം ചേർത്തിട്ടില്ല, ഇത് ചിക്കനിൽ നിന്നുള്ള വെള്ളമാണ്. ഇത് ചിക്കൻ്റെ സ്റ്റോക്കാണ്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മസാലയുടെ ഫ്ലേവേഴ്സും അതുപോലെ തന്നെ ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 2 ആണ്. ഈ ഒരു സ്റ്റോക്ക് ഒരു കടായിലേക്കോ നോൺ സ്റ്റിക്കിലേക്കോ ഒഴിച്ചതിന് ശേഷം ഒന്ന് വറ്റിച്ച് എടുക്കണം. ഈ സ്റ്റോക്ക് വറ്റി നല്ല തിക്കായതിനു ശേഷം നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഇനിയും വേവിക്കുകയാണെങ്കിൽ ചിക്കൻ ഓവറായിട്ട് കുക്കായി പോകും. നമുക്ക് അങ്ങനെ വേണ്ട. ഇപ്പോൾ ആവശ്യത്തിന് ചിക്കൻ വെന്തിരിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന ചിക്കനിൽ ഇത്ര അധികം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ചില സമയത്ത് നമ്മൾ വാങ്ങുന്ന ചിക്കന് ധാരാളമായിട്ട് ഇതുപോലെ സ്റ്റോക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതൊന്ന് വറ്റിച്ചെടുക്കാം. കണ്ടോ, സ്റ്റോക്ക് ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ സ്റ്റോക്ക് ഇവിടെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് സ്റ്റോക്ക് വറ്റിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വറ്റി വന്നിരിക്കുന്ന മസാല ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട്. കണ്ടോ, ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പാണ്. ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ കനലോ അതുപോലെ തന്നെ അടുപ്പോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മൈക്രോവേവിൽ ഗ്രില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇതുപോലുള്ളൊരു മെഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ചിക്കൻ്റെ പീസസ് ഇതുപോലെ നിരത്തിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. ഇനി തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് അറിയാലോ ചിക്കൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞു വരണം. അതുവരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിൾ അല്ലേ, നമ്മൾ കനലൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കനലിലൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന അതേ ടേസ്റ്റിൽ ഒരു സ്മോക്കി എഫക്റ്റിൽ നമുക്ക് എളുപ്പം തന്നെ അൽഫാം ചിക്കൻ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ചിക്കൻ നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചപ്പോൾ തന്നെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ വേവിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ക്ലോസപ്പിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ കുക്ക്ഡ് ചിക്കൻ അൽഫാം ചിക്കനാക്കി എടുക്കുന്നത്.
രണ്ട് സൈഡിലും ഒരു ബാർബിക്യൂഡ് എഫക്റ്റ് കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ നമ്മുടെ ചിക്കന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അൽഫാം ചിക്കൻ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കനലോ അതുപോലെ തന്നെ അടുപ്പോ ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു അൽഫാം ചിക്കൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ ഇവിടെ നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ്റെ അകത്തേക്കും നല്ലൊരു മസാലയുടെ ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.